ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. സുമാർ ഒരു 9 മണിക്ക് അങ്ങനെ ആയിരിക്കും. അന്നേരമാണ് ഈ ഒരു ഒച്ചയോട് കൂടി കത്തുന്ന കാണുന്നേരാണ്. ഫുൾ ഇതായിപ്പോയി. ഒരു ഡ്രസ്സ് വളമേത്തില്ല, എല്ലാം കത്തി ഉരുകി ഇതായിപ്പോയി. ഈ വണ്ടിയുടെ ഉള്ളിൽ മാത്രം കത്തിക്കണം, പുറമെ തീൻ്റെ ഒരു പാടുമില്ല. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ചെറുവണ്ണൂർ നടന്ന സോനു പിന്നെ റെജിലാൽ ഈ 2 പേരുടെ ഈ ദമ്പതികളുടെ കാറ് തീ പിടിച്ചു, അതിൽ വൈഫ് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ 2 ദിവസം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കത് വെള്ളിയാഴ്ച രാത്രി കണ്ട് നടന്ന സംഭവം തോന്നുന്നത്. പക്ഷെ അത് കേട്ടപ്പോഴത്തേക്ക് സ്വാഭാവികം, വണ്ടിയാണെങ്കിൽ അങ്ങനെയാണ്, ചിലപ്പം അതിനകത്ത് നിന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തീ പിടിക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ട് എഞ്ചിനകത്ത് നിന്നാണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തീ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ മുൻ സീറ്റിലായിരുന്നു ഭർത്താവ് ഇരുന്നത്, ബാക്ക് സീറ്റിലായിരുന്നു വൈഫ് ഇരുന്നത് എന്ന് പറയുന്നു. അപ്പം അന്നേരവും നമ്മളത്ര ചെറിയ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവരെ ബാക്കിലിരുത്തി, അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട് മുന്നിൽ ഇരിക്കേണ്ട പുറകെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്ന പ്രശ്നം ഭയങ്കര കെയറിങ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. അതുപോലെ തന്നെ അവർ പിന്നെയും എനിക്കൊരു സംശയം അന്നേരം തോന്നി എന്നാന്ന് ചോദിച്ചാൽ, വൈഫ് അതിനകത്ത് ഇരിക്കുവാണ്, 7 മാസം പ്രഗ്നൻ്റ് ആണ്, അവരതിനകത്തുണ്ട്. ഭർത്താവ് ഡോറ് തുറന്ന് അദ്ദേഹത്തിന് പൊള്ളലേറ്റു, അദ്ദേഹം ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഈ സാധാരണ എത്രയാണെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ ആരാണേലും നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് വൈഫോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും ആണെങ്കിൽ അവരെയും കൂടെ രക്ഷിക്കാനാണ് നോക്കുന്നത് അതിനകത്തുനിന്ന്. അല്ലാതെ നമ്മൾ തന്നെ ഓടിപ്പോയി രക്ഷപ്പെടാൻ നോക്കത്തില്ല. അന്നേരം എനിക്കൊരു സംശയം ഇങ്ങനെ തോന്നിയത്. പിന്നെ ഞാൻ ഓർത്തിന് എൻ്റെ വല്ല തോന്നലായിരിക്കാം, ഞാൻ ഇനി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് വെറുതെ പ്രശ്നമാകണ്ട എന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഇന്നത്തെ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ തോന്നി കുറേ കാര്യങ്ങളൊക്കെ സത്യങ്ങളാണെന്ന് എനിക്കും തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സോനു എന്ന് പറഞ്ഞ് ഇവർ 27 വയസ്സേ ഉള്ളൂ കേട്ടോ. കൊച്ചിനെ ചെറുപ്പമായിരുന്നു. ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ്. വിവാഹം കഴിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടാണ്. അങ്ങനെ പരിചയപ്പെട്ട് പ്രണയിച്ച് വിവാഹത്തിൻ്റെ വക്കോളം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഗൾഫിലെങ്ങാണ്ടായിരുന്നു. ഈ റെജിലാൽ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ കണ്ട് പരിചയപ്പെട്ട് ഒക്കെ പ്രണയമായതാണ്. ഈ കല്യാണത്തിനൊക്കെ ഒരു ആകാറായപ്പോഴത്തേക്ക് ഇവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് ഇപ്പോൾ പറയുന്നു. അതാണ് പറഞ്ഞത്, ഇതിലൊക്കെ മൊത്തത്തിൽ എന്നതൊക്കെയോ ഒരു ദുരൂഹതകളായിരുന്നു എന്ന് പറഞ്ഞത്. വേറൊരാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. എന്നിട്ട് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യയായിട്ടൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അത് പോലീസുകാർ കൂടി ഒത്തുതീർപ്പാക്കി ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി അങ്ങനെയാണ് ഒരു വിവാഹമൊക്കെ നടന്നത്. 2 വീട്ടുകാർക്കും യാതൊരു താല്പര്യമില്ല നടന്ന വിവാഹം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നടന്ന് ഇവർക്ക് അവരുടെ വീട്ടിലാണെങ്കിലും ഭയങ്കര പ്രശ്നങ്ങൾ, പെങ്കുച്ചിൻ്റെ അടുത്താണെങ്കിലും ഭയങ്കര പ്രശ്നങ്ങൾ എല്ലാമാണ്. എന്നിട്ട് ഇവൻ ഗൾഫിലായിരുന്നു. 1 മാസമായതേ ഉള്ളൂ നാട്ടിൽ വന്നിട്ട് 1 മാസം ആയതേ ഉള്ളൂ നാട്ടിൽ വന്നിട്ട്. ഈ സമയത്ത് വഴക്കും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ഫാമിലിയിലുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട്, ഈ പെൺകൊച്ചിനെ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് കൊണ്ടായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പം ഈ പുള്ളിക്കാരൻ നല്ലപോലെ മദ്യപിച്ചിരുന്നെന്ന് പറയുന്നുണ്ട്. ഇത്രയും മദ്യപിച്ച് ഒരുത്തിൻ്റെ കൂടെ കൊച്ചിനെ വിടേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് വീട്ടുകാരോട് നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാം. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോഴുള്ള ഒരു ചിന്ത എന്ന് വെച്ചാൽ, ഒന്നാമത് ഗർഭിണി, ആ കൂടെ അദ്ദേഹം ഒന്നിച്ചിട്ട് ഇതിപ്പോൾ എന്തെങ്കിലും വിഷയം വരാമെങ്കിൽ പറയും അവരുടെ ഭർത്താവ് ഒരിച്ചിട്ട് മദ്യപിച്ചെന്ന് പറഞ്ഞിട്ടാണോ വീട്ടുകാരിങ്ങനെ വിഷയം ഉണ്ടാക്കിയത്, അവർ തമ്മിൽ തെറ്റിച്ചെന്നുള്ള വിഷയം വരും. അതുകൊണ്ടായിരിക്കാം അവരത് കണ്ണടച്ച് ചിലപ്പം ആ പെൺകുട്ടിയെ വിട്ടത്. ഒന്നും അല്ലെങ്കിലും അവൻ്റെ ഭാര്യയെന്നുപരി അവൻ്റെ ഒരു കുഞ്ഞ് അവർ വയറ്റി കിടപ്പില്ലേ, ആ ഒരു സ്നേഹവും പരിഗണനയും കൊടുക്കാതിരിക്കുകയില്ല എന്നവർ വിചാരിച്ച് കാണും. അതുകൊണ്ടാണ് അവർ ഒരുപക്ഷെ കൂടെ വിട്ടത്. എൻ്റെ ഒരു ഇത് പറയുവാണ് ഞാൻ, എനിക്ക് തോന്നുന്നു. കാര്യം പലരും പറയുന്നുണ്ട് എന്നത്തിന് ഏടെ കൂടെ വിട്ടു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഈ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാകുകയില്ല. കാര്യം അമ്മയും അപ്പനും ഒക്കെ ആകുമ്പോഴാണ്, നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് അങ്ങനെ ചിന്തിച്ച് പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും അതുകൊണ്ട് എന്നാ പറ്റി, അവർക്ക് നഷ്ടം സംഭവിച്ചില്ലേ? ഒരിക്കലും അവർ വിചാരിച്ച് കാണുകയില്ല. അവരുടെ മകളോട് അവൻ്റെ ദ്രോഹം ചെയ്താലും അവൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരിക്കലും വിചാരിച്ച് കാണുകയില്ല. അതായിരിക്കും അവിടെ സംഭവിച്ചത്. പിന്നെ വീട്ടുകാരുടെ ഭാഗത്ത് ഇതുപോലെ പ്രശ്നങ്ങളുള്ളപ്പോഴത്തേക്ക് അവർക്കും ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. കഴിഞ്ഞു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും കുറേ കാര്യങ്ങൾ പറയുവാണ്. ഈ ഒരു സ്വിഫ്റ്റോ അങ്ങനെ അങ്ങോട്ടായിരുന്നു പറയുന്നുണ്ട് വണ്ടി. ആ വണ്ടിക്കകത്ത് ബാക്ക് വശത്തു നിന്നാണ് തീ വന്നിരിക്കുന്നത്. അതിലേറെ ഇതിനകത്ത് ദുരൂഹമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, MVDയുടെ ഒക്കെ റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിരിക്കുന്നത് ഇതിന് എതിരായിട്ടാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അതിനകത്ത് തീ പിടിക്കാനായിട്ടുള്ള യാതൊരു കാരണങ്ങളും ആ വണ്ടിക്കകത്തുള്ളതായിട്ട് യാതൊരു തെളിവും ഇല്ല. സാധാരണ എഞ്ചിനകത്തു നിന്നൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, പിന്നെ AC ഒക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ സാധാരണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഡോറ് മൊത്തത്തിലല്ലേ ലോക്കാവുള്ളൂ. ഒരു ഡോറ് മാത്രം തുറക്കാൻ പറ്റുന്നു. പുള്ളിക്കാരി ഇരുന്ന സൈഡിൽ ഡോറ് ലോക്കായിരുന്നെന്നാണ് ആ സമയത്ത് ചെന്നവർ പറയുന്നത്. അതെങ്ങനെ? അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, അവർ ബോധമില്ലാതെ കണ്ട് ഇരിക്കുമായിരുന്നു എന്നാണ് എൻ്റെ സംശയമേ. കാര്യം ഒരിച്ചിരി ബോധമുള്ളൊരു മനുഷ്യനാണെങ്കിൽ ദേഹത്ത് പൊള്ളലേക്കുമ്പോഴത്തേക്ക് അലറി വിളിച്ചിരിക്കും, ഭയങ്കരമായിട്ട് ഒച്ച വെച്ചിരിക്കും. ഒന്നെങ്കിൽ അവർക്ക് എന്നതോ കൊടുത്ത് മയക്കി അവരെ പുറകിലിരുത്തിയേക്കുമായിരുന്നു. അവർ ഇതിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് അവരെ, സാധാരണ പൊതുവേ പുറകിലിരിക്കുന്നവരങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടാറില്ല. മുൻ സീറ്റിലിരിക്കുന്നവരേ ഉള്ളൂ സീറ്റ് ബെൽറ്റ് ഇടുന്നത്. ബാക്കിലിരിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഫ്രണ്ട് സീറ്റിലാകുമ്പോൾ നമുക്ക് സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് ശരിക്കും ഒന്നിച്ച് നേരൊക്കെ ചെയ്ത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. പക്ഷേ ബാക്ക് സീറ്റിലെന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ നമ്മളിങ്ങനെ പിടിച്ചിരുത്തേക്കുന്ന പോലുള്ള ഇരിപ്പ് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഇരിപ്പ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു 7 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡീനെ അങ്ങനെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ, അതാണ് പറയുന്നത്, ഒന്നെങ്കിൽ ഇവൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നായിരിക്കാം.
വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഇവരെ മയക്കി അതിനെ തിരുത്തിയൊക്കെ കൊണ്ട് പാതി വഴിക്ക് അങ്ങനെ ഇറക്കി വിട്ടായിരിക്കും. എന്നതാണേലും ഇയാളുടെ സ്വഭാവത്തെപ്പറ്റി വളരെ മോശമായിട്ടാണ് പറയുന്നത്. ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. ന്യൂസ് അത്രയൊക്കെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അതിലേറെ അവരെ എന്നത് കൊടുത്ത് മയക്കി ആ സീറ്റ് പോലെ ഈ വണ്ടിക്കകത്ത് ഈ തീ പിടിക്കുന്ന സമയത്ത് ഇവർ ആ ഒരു ചെറിയ തോടോ എന്നെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു, അവിടുന്ന് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്ന സമയത്ത് ഇതിനകത്തൊരാളുള്ളതായിട്ട് പോലും അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ആ ആൾക്കാരോട് കൂടി കെടുത്തി സൗണ്ടെല്ലാം വെള്ളമൊഴിച്ച് ഈ കെടുത്തിയപ്പാണ് ഉള്ളിൽ 30% കെടുത്തിയതിന് ശേഷമാണ് ഉള്ളിൽ ആളുകൾ അറിയുന്നത്. അപ്പോൾ ആൾ പെട്ടെന്ന് കമ്പിപ്പാരും കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഡോറെല്ലാം കുത്തി പൊളിച്ച് അപ്പോൾ ചെറുങ്ങനെ ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തപ്പോൾ പുറത്തേക്ക് ഇട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വൈക്ക് ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചാടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഡ്രസ്സിനൊക്കെ തീ പിടിച്ച് അപ്പോൾ മൂപ്പർ തന്നെ തോട്ടിലേക്ക് ചാടി തീ കെടുത്തിയായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കായിരുന്നു വെപ്പളം കൊണ്ട്. 80% തീ കെടുത്തി കഴിഞ്ഞ ശേഷമാണ് ഉള്ളിൽ ആളുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ അയാൾക്ക് 95% പോയിട്ട് പൊള്ളലേറ്റിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ തന്നെ കമ്പിപ്പാരും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡോറ് കുത്തി പൊട്ടിച്ച് ആളെടുത്ത് പുറത്തേക്ക് ഇട്ട് കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ പുള്ളിക്കാരന് ഒരു 65% പൊള്ളലേറ്റെന്നാണ് പൊതുവെയുള്ള പറച്ചിൽ. എല്ലാവരും പറയുന്നൊരിതാണ്, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ ഇല്ലെന്ന് അറിയത്തില്ല കേട്ടോ. ഈ പെൺകുട്ടിക്ക് ഒരു 95% പൊള്ളലേറ്റ് കഴിഞ്ഞിരുന്നു, ജീവൻ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ അത് കഴിഞ്ഞാണ് അത് മരിക്കുന്നത്. അപ്പം അത്രയും ഒരിതായിട്ട് അതിനെ നിലവിളിക്കാൻ പോലും മേലാത്ത ഒരവസ്ഥയിൽ അതിന് എന്നാ ചെയ്താണ് അതിനെ തിട്ടേന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഒന്ന് ഉറക്കി ഒന്ന് ഒച്ച വെക്കാൻ പോലും പറ്റാത്ത രീതിക്ക് അതിന് ഈ ഡോറ് തുറന്ന് ഇറങ്ങി ഇവരുടെ ഭർത്താവ് അവിടെ കിടന്ന് മരണപ്രാളത്തിൽ കിടന്ന് ഓടുകയും അത് കഴിഞ്ഞ് എനിക്കൊന്ന് ഒന്നെങ്കിൽ ഇയാൾ ചെറുതായിട്ടെങ്ങനെ ഇയാൾക്കും പൊള്ളലേൽപ്പിച്ചു എന്ന് വരുത്തി തീർക്കാൻ നോക്കിയതായിരിക്കും. പക്ഷേ അത് ഇയാളുടെ കൈവിട്ട് പോയി കാണും. എന്നിട്ട് ഇയാൾ തോട്ടിലോട്ട് ചാടി ഇയാളുടെ ദേഹത്തെ തീ അണയ്ക്കുകയും ചെയ്തു. അന്നേരം പോലും പറയുന്നില്ല, വെപ്രാളപ്പെട്ട് ഓടുമ്പം പോലും പറയുന്നില്ല എൻ്റെ വൈഫ് അതിനകത്തുണ്ട്, അവളെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്നൊരു വാക്ക് അയാളുടെ വായിന്ന് വരുന്നില്ല. അതാണ് ഈ അവിടെ നിൽക്കുന്ന ജനങ്ങൾക്കും ഡൗട്ട് തോന്നാനുള്ള കാര്യം. നമ്മൾക്ക് ഇനി സ്വയമേ അവരെ രക്ഷിക്കാൻ പറ്റിയില്ല, നമ്മൾ വരുന്നവരോടെങ്കിലും പറയത്തില്ലേ അതിനകത്ത് ആളുണ്ട് നിങ്ങളൊന്ന് രക്ഷിക്കുക എന്ന് പറയത്തില്ലേ, അത് ഇയാൾ മിണ്ടിയില്ല. ഇവർ വെള്ളം ഒഴിച്ച് തീ കുറച്ച് അണച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത് അതിനകത്ത് ആളുണ്ടെന്ന് പറഞ്ഞത്. അപ്പം അത്രയും ആ ഒരു കാര്യം പറഞ്ഞിട്ട് അത്രയും ഡിലേ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മരണം ഇയാളും ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഇയാളും ഇതൊരു പങ്ക് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, ആൾക്കാരൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് തീ കണ്ട് പുറകെ ഓടി ആൾക്കാർ ചെന്നെന്ന് പറയുന്നുണ്ട്. അത് പറയട്ടെ, അതിനകത്തുനിന്ന് എന്നതോ ഒരു ഭയങ്കര സൗണ്ടാണ് കേട്ടതെന്ന് പറയുന്നു. ഒന്നെങ്കിൽ ഇവൻ എന്നതോ കരുതി അതിനകത്ത് വെച്ച് ഇവൻ തന്നെ എന്നെ ചെറുകെ തീ കൊളുത്തിയതായിരിക്കാം. കാര്യം ഡിക്കിക്കകത്തു നിന്നൊക്കെ ഒരു തീ വരാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഡീസൽ ടാങ്കിന് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഡിക്കിക്കകത്തു നിന്നാണ് ബാക്കി വശത്തു നിന്നാണ് തീ വന്നേക്കുന്നത്. അത് എന്നതാണെന്നുള്ളത് അങ്ങേറെ വായും തന്നെ സത്യങ്ങൾ വന്നാലേ ഇനി പുറലോകം അറിയാൻ പോകുന്നുള്ളൂ. ഉണ്ടായിരുന്നു സുമാർ ഒരു 9 മണിക്ക് അങ്ങനെ ആയിരിക്കും. അന്നേരമാണ് ഈ ഒരു ഒച്ചയോട് കൂടി കത്തുന്ന കാണുന്നേരാണ് എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. അങ്ങനെ ആ ബക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരെ ഓടി എത്തിക്ക് ഫയർഫോഴ്സിലേക്ക് വിളിച്ച്. അപ്പോൾ ഒരു തീ നാട്ടുകാരാണ് അണിച്ചത്. നാട്ടുകാർ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും ഫയർഫോഴ്സ് എത്തിക്കും. കാറൊക്കെ വെട്ടി പൊളിച്ചിട്ട് തന്നെ തോണിയാണ് പുറത്തെടുത്തത്. പുറം സൈഡിൽ കിടക്കുമായിരുന്നു, ബാക്ക് സീറ്റിൽ കിടക്കുമായിരുന്നു, അതുകൊണ്ടാണ് കാണാതായത്. അതുപോലെ തീയോട് കൂടിയാണ് പുറത്തേക്ക് ഓടി തോട്ടിൽ വെള്ളത്തിലേക്ക് തീഞ്ഞത് കൊണ്ടാണ് തോന്നി അപകടം കുറച്ചെങ്കിലും ഒഴിവാക്കി കിട്ടിയത്. ഇത് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വെള്ളത്തുള്ളിയിട്ട് ഇങ്ങനെ ആളുകളോട് ഇങ്ങനെ ഒന്നും പറയാനാത്ത അവസ്ഥ. അങ്ങനെയാണ് പിന്നെ അവർ കൂട്ടം വിളിവിടാം. പിന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഒരു 5-6 ആൾ ബക്കറ്റ് ഇട്ട് വന്നത്. അങ്ങനെ ഞാനും ബക്കറ്റ് ഇട്ട കാരണം ഞാൻ കമ്പിപ്പായ കൊണ്ടൊരു അഥവാ ഇപ്പം രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടാന്ന് പറഞ്ഞ പോലെ ആയത്. കാരണം ഫുള്ള് തീ പിടിച്ചിട്ട് എവിടെ ഫുള്ളായിപ്പോയി. ഒരു ഡ്രസ്സ് വെള്ളമേത്തില്ല, എല്ലാം കത്തി ഉരുകി ഇതായിപ്പോയി. ഈ വണ്ടിയുടെ ഉള്ളിൽ മാത്രം കത്തിക്കണം, പുറമെ തീൻ്റെ ഒരു പാടുമില്ല. എഞ്ചിൻ കത്തിക്കില്ല, ബാറ്ററി കത്തിക്കില്ല. ബാറ്ററിയൊക്കെ ഞങ്ങൾ കമ്പിപ്പായ കൊണ്ട് കുത്തിയിട്ട് എടുത്തില്ല, കണക്ഷൻ തരികയാണ്. വണ്ടി ഇങ്ങനെ അയാൾ അതിൽ നിന്ന് ഇറങ്ങി ആദ്യമേ ഓടി അയാൾ വെള്ളിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ലോക്ക് വണ്ടിയുടെ എടുക്കുമ്പോഴത്തേക്ക് സ്വിഫ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിൽ ആ ലോക്കിൻ്റെ സ്വിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ഫുള്ള് ഡോറിൻ്റെ ലോക്ക് മാറും. പക്ഷേങ്കിൽ ഈ ബാക്ക് ഡോറ് ലോക്കാക്കി ഇടണമെന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ആയിരിക്കത്തില്ലെന്നാണ് ഓർക്കുന്നത്. പിന്നെ അവർ മയങ്ങി അതിനകത്ത് ചെരിഞ്ഞ് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ തുണിയെല്ലാം ഒരു പക്ഷേ പുറമേ ബോധമില്ലെങ്കിൽ ഉള്ളിൽ അതിന് നല്ല ബോധം ഉണ്ടായിരുന്നിരിക്കൽ തൻ്റെ കുഞ്ഞും കൂടെ നഷ്ടപ്പെടുന്നു. കുഞ്ഞിന് എന്തുമാത്രം വേദന അനുഭവിച്ച് കാണും. എന്തുമാത്രം ഒരു 2 ജീവനല്ലേ ഇങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് അത് ചെയ്തെന്നുണ്ടെങ്കിൽ 2 ജീവനല്ലേ നശിപ്പിച്ച് കളഞ്ഞത്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഉപേക്ഷിച്ചേക്കണം. പെണ്ണുങ്ങളോടും പറയുന്നത് തന്നെ, നിങ്ങളെ ഒരാൾക്ക് വേണ്ടേ നിങ്ങൾ മാറിക്കൊടുത്തേക്കണം. കാര്യം എന്നു വെച്ചാൽ ഇങ്ങനെ മരണപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഉത്തരയുടെ എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, അവൻ ഒരുപാട് സ്നേഹം കാണിച്ചാണ് അതിനെ കൊന്നത്. ഉത്തരയുടെ നമുക്കറിയാം, അതിനെ കൊന്നേച്ച് ഒന്നും അറിയാത്തതിനെ പോലെ നടക്കുമായിരുന്നു. ഒരു സംശയം ആർക്കും തോന്നാത്ത രീതിയിൽ. ഇതുപോലെ കുറേ അവന്മാരുണ്ട്. കാര്യം എന്നു വെച്ചാൽ ഇവനൊക്കെ വേണ്ടെങ്കിൽ ഇവനൊക്കെ എവിടെയെങ്കിലും പോവുക കളഞ്ഞിച്ച്. ഇതിങ്ങളുടെയൊക്കെ ജീവൻ എടുത്തിട്ട് എന്നതിനാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാത്തത്. അത് എങ്ങനെയും ഒരു ജീവിച്ചോളുകയല്ലേ, എങ്ങനെയില്ല നിങ്ങൾ ജീവിച്ചോളുകയല്ലേ. അപ്പനും അമ്മയുടെ കഴുതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലോ ഒരു കൂലിപ്പണിക്ക് വേണമെങ്കിൽ അവരൊക്കെ ജീവിച്ചോളും. ഈ കൊല്ലാൻ നിൽക്കുന്നത് ഒന്നെങ്കിൽ ഇതിനോട് ഒഴിവാകാൻ പറഞ്ഞു കാണും, ഇത് ഒഴിവാകത്തില്ലെന്ന് ഇവന് ഉറപ്പായി കാണും. ഉറപ്പായതുകൊണ്ടാണ് ഇവനിങ്ങനെ. പിന്നെ ആ ഒരു കുഞ്ഞ് അതും അവന് ബാധ്യതയാവും തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നവന്മാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കത്തില്ല.
എത്ര നിസ്സാരമുണ്ട്. അതോ നല്ലൊരു പെണ്ണ് കേട്ടോ, നല്ല രസമുണ്ട്, ഒരു ശാലീന സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അത്രയും ഇതായിട്ടുള്ളൊരു കൊച്ചിനെ നമുക്ക് എത്രയാണ് നമുക്കൊരു ശത്രുവെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യനെ കൊല്ലാനൊക്കെ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇവൻ എത്ര ദുഷ്ടനായിക്കോട്ടെ, അവൻ്റെ കുഞ്ഞല്ലേ ഇതിനകത്ത് അവരുടെ വയറ്റിൽ കിടക്കുന്നത്, അതും 7 മാസം വരെ ആയൊരു കുഞ്ഞ്, അതിനെ കൂടെ ചേർത്ത് കൊന്നു കളയുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എനിക്കൊന്ന് ശരിക്കും ഇവരെ പുറകിൽ ഇവൻ തന്നെ എന്നതോ കൊടുത്ത് മയക്കി പുറകെ ഇരുത്തി ഇവൻ തന്നെ ആ സീറ്റ് ബെൽറ്റ് ഇട്ട് അവരെ അവിടെ സെറ്റാക്കി ഇരുത്തിയതാണ്. അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ബാക്ക് സീറ്റ് ബെൽറ്റ് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാര്യം ഞാൻ ഇരുന്നിട്ടുള്ളതാണ് ബാക്ക് സീറ്റിൽ. ഇരുന്ന സമയത്ത് എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പൊതുവേ ഞാൻ ബാക്കിൽ നിന്ന് സീറ്റ് ബെൽറ്റ് അങ്ങനെ ഇടാറില്ല. പക്ഷേങ്കിൽ വയറും കൂടെ ഒക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് സീറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരിതുണ്ട്, ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ആ സീറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റാൻ പറ്റും. പിന്നെ തന്നെയല്ല നമുക്ക് കൈ കൊണ്ട് സീറ്റ് ബെൽറ്റ് ഒന്ന് വലിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും, നമ്മുടെ വയറ് ഒത്തിരി അമർന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത്. ഇത് ബാക്കിൽ 7 മാസം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ഇച്ചിരി വയറൊക്കെ ആകും. ആ ഒരു ഇതിനായിട്ട് അതിനെ കണ്ടിട്ട് വലിയ വണ്ണമുള്ള പെൺകുട്ടിയാണെന്ന് തോന്നില്ല. ഈ വണ്ണമില്ലാത്ത പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് വയറ് നല്ലപോലെ അറിയുകയും ചെയ്യും. അങ്ങനെയുള്ള സ്ഥിതിക്ക് അതിനെ ആ ബാക്കിൽ അവൻ എന്തെങ്കിലും കൊടുത്ത് മയക്കിയായിരിക്കും അതിനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരുത്തി ഈവൻ നേരത്തെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചു. ഒന്നെങ്കിൽ ഇവന് നാട്ടിൽ വരുന്നതിന് മുമ്പേ ഈ പുള്ളി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. പിന്നെ അവരുടെ വീടിൻ്റെ അടുത്ത് വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ ഒരു തോടുണ്ടെന്നും അവിടെ വെച്ച് ഇങ്ങനെ വന്ന് ഈ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്താനും അവിടെ നിന്ന് ഇറങ്ങി ഓടിയ തോട്ടിച്ചാടാനും ഒക്കെ അറിയാമായിരുന്നല്ലോ. ഇത്രയും കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഒന്നും വേണ്ട, ഇനി ഇങ്ങനെ മരണവെപ്രാളത്തിന് ശരിയാണ്, അവനവൻ്റെ ജീവനാണ് വലുതെന്നൊക്കെ ഇരുന്നോട്ടെ. ഈ മരണവെപ്രാളത്തിന് ഇറങ്ങി ഓടിയ സമയത്ത് അവിടെ ആൾക്കാർ കൂടി ഇപ്പോൾ അവരോട് പറയാലോ, അതിനകത്ത് ഒരാളും കൂടെ ഉണ്ട്, നിങ്ങളൊന്ന് രക്ഷിക്ക് എന്തെങ്കിലും പറയാമായിരുന്നല്ലോ. ആ കാറിൻ്റെ തീയൊക്കെ അണച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവൻ പറഞ്ഞത് അതിനകത്ത് ആളുണ്ടെന്ന് പറയുന്നത്. അതുവരെ മിണ്ടിയിട്ടില്ല. അതുവരെ ഇവൻ്റെ ദേഹത്ത് തീ അണയ്ക്കാനും ആ പൊള്ളൽ വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് ആ തീ മാറ്റുകയൊക്കെ ആയിരുന്നു ഇവൻ്റെ പരിപാടി. അതിനകത്ത് അത്രയും സമയം കൂടെ നിർത്തിയത് എന്നതെങ്കിലും സംഭവിക്കുന്നെങ്കിൽ സംഭവിച്ചിട്ടെന്നുള്ളൊരു തന്നെയല്ലേ. എങ്ങനെ നമ്മളിത് നോക്കിയാലും ഇത് ആര് കേട്ടാലും ഒന്നും ഈ വണ്ടിയെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ പോലും അത് കേൾക്കുന്നത് ഇതിൽ എന്നതൊക്കെ ഒരു ദുരൂഹതയുള്ള പോലെ തന്നെ തോന്നും. ഈ ഒരു കാര്യം നടന്നപ്പോൾ തന്നെ ഈ സോനുവിൻ്റെ അമ്മാവനാണ് ഈ ഒരു സംശയം ആദ്യമേ തന്നെ എടുത്തിടുന്നത്. കാര്യം വെച്ചാൽ അവിടെ കൂടിയവർ പറയുന്നുണ്ട് ഒരു നിലവിളി ഇങ്ങനെ റെജിലാലിൻ്റെ സൗണ്ട് കിടന്ന് കരച്ചിലും ബഹളമൊക്കെ കേട്ടു. ആ വണ്ടിക്കകത്തുനിന്ന് ഒരു കരച്ചിലോ ഒരു ചെറിയ സൗണ്ട് പോലും കേട്ടില്ലെന്നാണ് പറയുന്നത്. ഒരു ചെറിയ സൗണ്ട് പോലും കേട്ടില്ലെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചെറിയ സൗണ്ട് പോലും കേൾക്കാതിരിക്കുന്ന രീതിക്ക് അവർ എന്തെങ്കിലും മയങ്ങി തന്നെ അതിനകത്ത് കിടക്കുമായിരുന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ എന്തെങ്കിലും ചെയ്താൽ തന്നെ ആ ഡോറിൻ്റെ ലോക്ക് തുറക്കാനോ അല്ലെങ്കിൽ എന്നാണെങ്കിലും തീ പിടിച്ച് വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ. അറിയുമ്പോഴത്തേക്ക് അന്നേരം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തില്ല. പിന്നെ ചിലതൊക്കെ നമുക്കറിയാം, ഡോറ് ഫുള്ള് ലോക്കായി പോകുമെന്ന് പറയുന്നതൊക്കെ ഈ ചൂടടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒരു ഇച്ചിരി ടൈറ്റാകും. പിന്നെ നമുക്ക് തുറക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പറഞ്ഞ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ 2 പേർക്കും അങ്ങനെ സംഭവിക്കണ്ടേ? ഇത് ഒരാൾക്ക് മാത്രം ഡോറ് തുറന്നിറങ്ങി രക്ഷപ്പെടാൻ പറ്റി, മറ്റേ ആളുടെ ഡോറ് ലോക്കുമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്നും അങ്ങോട്ട് യോജിക്കുന്ന കുറേ കാര്യങ്ങളല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒന്നിനോടൊന്ന് ഇത് ശരിക്കും ഇനി അന്വേഷിച്ച് വരുമ്പോൾ ഇനിയിപ്പോൾ അങ്ങേരോട് ചോദിച്ചാൽ അറിയും ഇതിനെന്തായിരുന്നു സംഭവിച്ചത് എങ്ങനെയെന്ന്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ എന്നതേലും ഗുളിക മേടിച്ച് നേരത്തെ കൈ വെച്ചിട്ടുണ്ടായിരുന്നായിരിക്കും അയാൾ. ആ ഗുളിക ചിലപ്പോൾ സ്നേഹത്തിൽ കൊടുത്ത് കാണും. ഈ ഗുളിക കഴിച്ചോ എന്ന് പറഞ്ഞ് എന്നേലും കൊടുത്ത് കാണും. അല്ലെങ്കിൽ എന്തെങ്കിലും ഛർദിലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗുളിക കഴിച്ചാൽ മതി മാറുന്നു, അത് കൊടുത്ത് മയങ്ങാനുള്ള ഗുളിക വല്ലതും ആയിരുന്നിരിക്കാം. അവിടെ കൂടിയ നാട്ടുകാർക്കും എല്ലാം അന്നേരം തോന്നിയൊരു സംശയമാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആ ഒരു വണ്ടിക്കകത്ത് എങ്ങനെയാണ് സംഭവിച്ചത് നോക്കുമ്പം തീ പിടിക്കാനുള്ള സാധ്യതകളെല്ലാം നോക്കുമ്പോഴും ആ ഒരു വഴിക്ക് യാതൊരു പ്രശ്നങ്ങളും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. അങ്ങനെയും കൂടെ വരുമ്പോഴാണ് ഇത് എന്നാണ് സംഭവം എന്നാർക്കും അത് മനഃപൂർവ്വം ചെയ്തതാണോ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ള ഡൗട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സൗണ്ട് കേട്ടെന്ന് അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. ഭയങ്കര സൗണ്ടായിരുന്നെന്ന് പറയുന്നു. ആ വണ്ടിയുടെ പുറകിൽ നിന്നാണ് കേട്ടത്. ആ തീ കത്തുന്ന കണ്ടുകൊണ്ട് ആൾക്കാർ പുറകെ ഓടി ചെന്നെന്നാണ് പറയുന്നത്. ആ പുറകിൽ എന്നതായിരുന്നു അത്രയ്ക്ക് പൊട്ടിത്തെറിക്കാനുണ്ടായിരുന്ന സാധനങ്ങൾ എന്നുള്ളത്. അതിനകത്തുനിന്ന് ഫോണ്, പിന്നെ വെള്ളം കുടിച്ച ബോട്ടിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുനിന്ന് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എന്നാണെങ്കിലും കൊലപാതകമാണെങ്കിൽ തെളിയട്ടേം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്ന കാര്യം. തേഞ്ഞു മാഞ്ഞ് പോകാതെ തെളിയട്ടേം തന്നെ. ഇതുവനെ പോലെയുള്ളവരൊന്നും ഭൂമിക്ക് മേളിൽ ഉണ്ടാകാൻ പാടില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു അമ്മയും കുഞ്ഞിനെയും കൂടിയാണ് ഇവനൊക്കെ കൊന്നു കളഞ്ഞേക്ക്. 2 ജീവനാണ് നശിപ്പിച്ചേക്കുന്നത്. ഇവൻ കുറേ കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരാൾമാരുടെ പുറകെ ഇവൻ അങ്ങ് പോകും. പക്ഷേ ജീവിതകാലം മൊത്തം ഒരപ്പനും അമ്മയും ഇരിപ്പുണ്ട് മറുവശത്ത്. അവരുടെ കണ്ണുമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ പെങ്കൊച്ചാണ് തിരിച്ചു വരുന്നത് വെന്ത് കത്തി. മുഖം പോലും ഒന്ന് കാണാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ മുന്നിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. യാദർച്ഛികമായിട്ടൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകും, നമുക്കത് മനസ്സിലാക്കാം. അതൊക്കെ അങ്ങനെയാണെന്ന് നോക്കാം. ഇത് പക്ഷേ മനഃപൂർവ്വം എന്നതോ ചെയ്ത് വെച്ച പോലെ തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾക്കിത് കേട്ടിട്ട് എന്നതെങ്കിലും തോന്നുന്നുണ്ടോ? കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ വാർത്ത ഇപ്പോൾ ഒത്തിരി പേര് കണ്ടു കാണും. നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയുക. കാര്യം ഇത് കണ്ടപ്പോഴത്തേക്കും കണ്ടല്ലോ ഒരുപാട് സംശയങ്ങൾ തോന്നി. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇത് എന്നതാണ് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. 1 മാസം മുമ്പേ ഗൾഫിൽ നിന്ന് വരിക,
മദ്യപിച്ച് എന്ന് വൈഫിനെ വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ചെക്കപ്പിന് പോയതെങ്ങാണ്ടാണെന്ന് പറയുന്നത്. അവിടെ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കുക. ഒരു പക്ഷേ ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ച് അറിയായിരിക്കാം ഇവർ രണ്ടുപേരോട് ചെന്നപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ, ഇവർ പുറകെ കയറി ഇരുന്ന് ഇവർ സ്വയം കയറി ഇരുന്നാണോ, ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതെല്ലാം നമുക്കൊരു സംശയങ്ങളാണ്. എങ്ങനെ ഇവർ പുറകിൽ വന്നു, ഇവർ എന്നെ പുറകിൽ ഇരുന്നത്, പിന്നെ ആ സീറ്റ് ബെൽറ്റ് ഇട്ടിരുത്തിയത് എന്നാണ് എന്നൊക്കെയുള്ള ഒരുപാട് സംശയം. കാര്യം ഒരു പ്രഗ്നൻ്റ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ ഇരിക്കാം എന്ന് വെക്കാം. പക്ഷേ പ്രഗ്നൻ്റ് അല്ലാത്തൊരു മനുഷ്യർക്ക് പോലും ബാക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ബാക്ക് സീറ്റിൽ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത്. പിന്നെ വേറെ സംശയങ്ങൾ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സ്വയരക്ഷയ്ക്ക് ഇറങ്ങി ഓടുന്നതെന്ന് പറഞ്ഞാലും ജീവൻ്റെ പാതിയെ വണ്ടിക്കകത്ത് ഇരിക്കുവാണ്. അതിനകത്തിരിക്കുന്ന ആ ഒരു ജീവൻ്റെ പാതി, ആ ഒരു ആളെ കൂടെ രക്ഷിക്ക് എന്ന് പറയാലോ. അതിനകത്തൊരു പ്രഗ്നൻ്റ് ആയിട്ട് എൻ്റെ വൈഫല്ലേ ഇതിനകത്തുണ്ട് എന്നെങ്കിലും ഒന്ന് വിളിച്ച് പറയാലോ, അവളെ ആരെങ്കിലും ഒന്ന് രക്ഷിക്ക് എന്ന് പറയാം. അതൊന്നും പറയാതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഇവർ സ്വയം, ആ ഒരാൾ മാത്രം സ്വയം രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു നിൽക്കുന്നു. അതൊക്കെയാണ് നമുക്ക് സംശയങ്ങൾ വരുന്നത്. അതിനകത്ത് വെള്ളത്തിൽ ചാടി അവിടെ കിടന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചതെന്നറിയോ, ഇയാൾ മാത്രമേ വണ്ടിയിലുള്ളായിരുന്നെന്ന് വിചാരിച്ചത്. വേറെ ആരും വെച്ച് പുറമേ നോക്കുമ്പോഴും ആരെങ്കിലും ഇവർ ചെരിഞ്ഞ് അതിനകത്ത് കിടക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർ ചെരിഞ്ഞ് അതിനകത്തേക്ക് കിടക്കുമായിരുന്നു. അവർ പുറത്ത് നോക്കിയപ്പോൾ അതിനകത്ത് വേറെ ആളെയും കാണുന്നില്ല. അപ്പോൾ ഈ ഒരാളെ മാത്രം രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും അതിലേക്ക് ശ്രദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ചാടി തോട്ടിലോട്ട് ചാടി ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ദേഹത്ത് തീയെല്ലാം കാണിച്ചു. ആ തീയെല്ലാം അണച്ച് കഴിയുമ്പോഴത്തേക്കും ഈ കാറിൽ തീ അണയ്ക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ വെള്ളം കോരിക്കൊണ്ട് പോയത്. കോരിക്കൊണ്ടേ ഒഴിച്ച് തീ ഏകദേശം ഒന്ന് അണഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് ഇയാൾ വിളിച്ച് പറഞ്ഞ അതിനകത്ത് ആളുണ്ടെന്ന് പറയുന്നത്. അതാണ് മനസ്സിലാകാത്തത്. അതുതന്നെയാണ് അങ്ങനെ അത്രയും താമസം വന്നത്. എനിക്ക് തോന്നുന്നു ഇവർ വെള്ളമെല്ലാം ഒഴിച്ച് അണച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ആളിരിക്കുന്നത് കാണും എന്നറിഞ്ഞുകൊണ്ട് ആ സമയത്ത് വിളിച്ച് പറഞ്ഞതായിരിക്കും. മനുഷ്യർക്ക് സംശയം തോന്നണ്ട എന്ന് കരുതി വിളിച്ച് പറഞ്ഞതായിരിക്കാം അതിനകത്ത് ആളുണ്ടെന്നുള്ളത്. ഇത്രയാണെങ്കിലും ഇങ്ങനെയുള്ള കുറേ ക്രിമിനൽ മൈൻഡുള്ള കുറേ എണ്ണങ്ങളുണ്ട്. ഇന്നത്തെ കാലത്തും ഈ എന്നതാ ഒരു സമൂഹം എന്ത് ചിന്തിക്കും എന്നാണ് പല വീട്ടുകാരും ചിന്തിക്കുന്നത്. പല പ്രശ്നങ്ങളും വരുമ്പോഴത്തേക്ക് അത് കുറേ സമൂഹത്തിൽ കുറേ ആൾക്കാരും ഉണ്ട് അങ്ങനെ. ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അയ്യോ എൻ്റെ മോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, അയ്യോ കൊച്ചിനെ കാണാൻ കൊച്ചിൻ്റെ അച്ഛൻ വന്നില്ലേ, കൊച്ചിൻ്റെ അമ്മയുടെ വീട്ടിൽ, ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് അങ്ങ് ഭയങ്കര ഒരു വിഷമം വരും. നാട്ടുകാർ എന്നാ പറയുന്നു, ഈ നാട്ടുകാർ എന്നാ പറയുന്നതെന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ മരണത്തിലേക്ക് തള്ളിവിടാനായിട്ട് ആരും നിൽക്കാതിരിക്കുക. അവർക്ക് വേണ്ടെങ്കിൽ നമുക്ക് വേണം. നമ്മളുടെ ഒരു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് മാത്രമേ നോക്കുകയുള്ളൂ. ബാക്കിയുള്ള ഈ കാണാൻ വരുന്നവരും ഈ പറയുന്നവരും എല്ലാം 2-3 ദിവസം സഹതപിക്കും. അത് കഴിയുമ്പോൾ അവരൊക്കെ അവരുടെ വഴിക്ക് പോകും. പിന്നെ നമ്മളേ ഉള്ളൂ ജീവിതകാലം മൊത്തം ഈ ഒരു ദുഃഖവും ഇങ്ങനെ ഉള്ളിൽ പേര് നമ്മുടെ മരണം വരെ നമ്മളിത് ചിന്തിച്ച് ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് കൂടുതൽ ഈ സാധാരണ ഫാമിലിയിലൊക്കെയാണ് അവരാണ് കൂടുതൽ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഇച്ചിരി ഇതായിട്ടുള്ളതാണെങ്കിൽ അവരവരുടെ പാട് നോക്കി പെണ്ണുങ്ങൾ തന്നെ, വീട്ടുകാർ പോലും അറിയത്തില്ല. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര വിഷമം വന്നു കേട്ടോ. അയ്യോ കഷ്ടമുണ്ടല്ലോ, അവർ ഒന്നിച്ച് പോയി ഹോസ്പിറ്റൽ പരിക്കാകുമ്പോൾ അവർ ഗർഭിണിയായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്നായിരിക്കും, അമ്മയും പോയി കുഞ്ഞും പോയി എന്നൊക്കെ ഒരു ഇതായിരുന്നു അന്നേരം. പക്ഷേ അത് കഴിഞ്ഞ് അന്നേരം ഞാൻ ചിന്തിച്ചത് ഇങ്ങേര് രക്ഷപ്പെട്ടു, അവർക്ക് അതിനെ രക്ഷപ്പെടാൻ ഒരു മാർഗം കിട്ടിയില്ലേ, അവരെന്തുകൊണ്ട് രക്ഷപ്പെട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാണേലും എല്ലാം നമ്മളുടെ ഒരു ഊഹങ്ങളാണ്, നമ്മൾ പറയുന്നതല്ല. പക്ഷേ എന്നാ ഊഹിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് യാദൃച്ഛികമായിട്ട് നടന്നൊരു സംഭവമാണെന്ന് തോന്നുന്നില്ല. ഇത് ശരിക്കും പ്ലാൻ ചെയ്ത് എന്നതോ കാണിച്ച ഒരു കാര്യമാണെന്ന് മാത്രമേ തോന്നുള്ളൂ. അത് ഒരു നിയമം അറിയേണ്ട, അല്ലെങ്കിൽ നമുക്ക് മറ്റ് വണ്ടിയെപ്പറ്റി ഒന്നും അറിയേണ്ട, ഒന്നും വേണ്ട. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഏതൊരു മനുഷ്യർക്കും പെട്ടെന്ന് മനസ്സിലാകും ഇത് എന്നതോ പ്ലാൻ ചെയ്തൊരു കാര്യമാണെന്നുള്ളത് ശരിക്കും മനസ്സിലാകും. എന്നാണേലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ സങ്കടകരമായിട്ട് തോന്നിയൊരു കാര്യമാണ്. വളരെ സങ്കടകരമായിട്ട് 27 വയസ്സേ ഉള്ളൂ പെൺകൊച്ചിന്. ആ ഒരു പ്രായത്തിൽ തന്നെ 2 ജീവനാണ് പോയേക്കുന്നത്. അതാണ് അതിനേക്കാൾ ഏറെ ഇത് ഒരമ്മയായിട്ട് ഇരിക്കുന്ന സമയത്ത്. ഇതുപോലായിരുന്നു നമ്മൾ ഈ ഇടയ്ക്കൊരു ഇത് കണ്ടത്. അത് സ്നേഹിച്ച് കെട്ടിയതാണ് പെൺകൊച്ച്. സ്നേഹിച്ച് കെട്ടിയിട്ട് അതിനെ ഭയങ്കര ഉപദ്രവമൊക്കെ ആയിരുന്നു. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അമ്മയും കുഞ്ഞിനെയും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചെന്നും പറഞ്ഞിട്ട്, എന്നിട്ട് പറഞ്ഞ് മണ്ണെണ്ണ പുള്ളിക്കാരി എന്നെ ഒഴിച്ച് കത്തിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ. പക്ഷേ കേസ് അവൻ്റെ ഇതിൽ വന്നു, അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് കാര്യം പോകാനുള്ള പോയില്ലേ. ഇവനൊക്കെ കുറേ നാളകത്ത് ഇറങ്ങിച്ച് പുറത്തോട്ട് ഇറങ്ങും. പിന്നെ ഇവനൊക്കെ ഇതിനേക്കാൾ കൂടുതൽ കുന്തുളുപ്പമായിട്ട് ഇങ്ങനെ നടക്കും. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാണേലും ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ ഒരു കാര്യം കേൾക്കുകയും കാണുകയും ചെയ്തപ്പം തോന്നിയ സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ.